കഴിഞ്ഞ എപ്പിസോഡിൽ എവിടെയാണ് നിർത്തിയെന്ന് ഓർമ്മയുണ്ട് എല്ലാവർക്കും. അതെ, നമ്മൾ MRT എങ്ങനെയാണ് പോകുന്നതെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ഒരു ഇത് കണ്ടില്ലേ, ഈ ഒരു പോർഷൻ, ഇതിൻ്റെ 3 ഭാഗമുണ്ട്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും. അവിടെ വീല് സൈഡ് ചരിച്ചിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ സൈഡിൽ നേരത്തെ കാണിച്ച ഇതിലൊരു പാത്ത് ഞാൻ കാണിച്ചില്ല, ആ പാത്തിൽ കൂടെയാണ് ഇത് പോകുന്നത്. സൈഡിലാണ് ഇതിൻ്റെ എന്താ പറയുക, മെക്കാനിസം നടക്കുന്നത്. ഓക്കെ, എനിവേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പം സെൻറ്റോസയിലാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ ആദ്യം പോകുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി സർപ്രൈസ്. ലോകത്തിലെ തന്നെ 7 യൂണിവേഴ്സൽ സ്റ്റുഡിയോ ആണുള്ളത്. അതിലെ ഒരു യൂണിവേഴ്സൽ സ്റ്റുഡിയോ സിംഗപ്പൂരിലാണുള്ളത്. നമ്മൾ ഫസ്റ്റ് പോകുന്നത് യൂണിവേഴ്സൽ സ്റ്റുഡിയോ സിംഗപ്പൂരാണ്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം വെച്ചാൽ ഞാൻ കുറേ പേരുടെ സിംഗപ്പൂർ വ്ളോഗ്സ് കണ്ടതിൽ അവരൊക്കെ വിസിറ്റ് ചെയ്ത ഒരിടമാണ്. നമ്മൾ ഇപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ പോലും ഇനി ആര് സിംഗപ്പൂരിൽ വരാനാണെങ്കിലും മസ്റ്റ് വിസിറ്റ് പ്ലേസാണിത്, യൂണിവേഴ്സൽ സ്റ്റുഡിയോ. ഞാൻ ഈ പോകുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്ര എക്സൈറ്റ്മെൻ്റ് ആണ്, ഞാൻ എന്തോരം ഹാപ്പി ആയിരുന്നു. ഞാൻ ഹാപ്പി ആയിരുന്നു, ഹെയ്തി ദീദി ഹാപ്പി ആയിരുന്നു, അമ്മ അതിലേറെ. യൂണിവേഴ്സൽ സ്റ്റുഡിയോ സിംഗപ്പൂർ എന്താ പറയണ്ടേന്ന് അറിയില്ല കേട്ടോ. ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അതിൻ്റെ ഇടയിൽ ഞാനും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. യൂണിവേഴ്സൽ സ്റ്റുഡിയോ സിംഗപ്പൂർ എന്ന് എഴുതിയിരിക്കുന്ന റൈറ്റ് സൈഡിലെ പോർഷൻ കണ്ടില്ലേ, അവിടുന്ന് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ റൈഡുകളാണ്. ഒരു എന്താ പറയുക, വണ്ടർല പോലെ ഉള്ള കുറേ റൈഡ്സ്. പക്ഷേ നമ്മുടെ വണ്ടർലയിലുള്ള റൈഡൊന്നും അല്ല കേട്ടോ. ഇതിനകത്തുള്ള റൈഡിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ചത്തുകുത്തി വരും. ആ ഒരു ടൈപ്പാണ്. പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ടേക്കല്ല പോയത്. എനിക്ക് അമ്മയ്ക്കും ദീദിക്കും മഞ്ജുവാൻ്റെയാണ് ടിക്കറ്റ് ഗിഫ്റ്റ് ചെയ്തത്, കേബിൾ കാറിൻ്റെ. 2 ടൈം ഉണ്ടായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാനും അവിടുന്ന് തിരിച്ച് റിട്ടേൺ വരാനും ഉള്ള ടിക്കറ്റ്സ് നമുക്ക് മഞ്ജുവാൻ്റെയാണ് ഗിഫ്റ്റ് ചെയ്തത്. ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഈ ഒരു എന്താ പറയുക, ഇതിനുള്ളിലേക്കാണ് റൈഡ് കാര്യങ്ങൾ, അതേപോലെ 3D വിഷ്വൽസ് ഉള്ള കുറേ കാര്യങ്ങൾ ഒക്കെ എല്ലാം ഇതിനകത്താണ്. ഈ റോഡിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു വണ്ടിയും പേടിക്കണ്ട. നമുക്ക് സമാധാനമായിട്ട് സ്വാതന്ത്ര്യത്തോടെ ഈ റോഡിൻ്റെ നടുക്കൂടി നമുക്ക് നടക്കാൻ പറ്റും. ഇതിനുള്ളിൽ വണ്ടി അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അലൗഡല്ല. പിന്നെ വരും കേട്ടോ, കുഞ്ഞു മക്കളെ കൊണ്ടുപോകാനുള്ള വണ്ടിയായിട്ടൊക്കെ പേരൻസ് വരും, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഇവിടുത്തെ ഓരോ ഡെക്കറേഷൻസ്, ഓരോ കാര്യങ്ങൾ ഇവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എന്താ പറയുക, അടിപൊളി. നമ്മളിങ്ങനെ, ഞാനിത് ഫസ്റ്റ് ടൈമായിട്ടോ, എൻ്റെ ഒരു ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണത്. നാട്ടിലവിടെയും ഇവിടെയൊക്കെ നമ്മൾ പോയി ജസ്റ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനൊരു ട്രിപ്പ് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെ സന്തോഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ഹാപ്പി ആവുന്നതിനനുസരിച്ച് എൻ്റെ അമ്മ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. പിന്നെ ഞങ്ങളൊരു ഭയങ്കരമായിട്ടും അപ്പനെ മിസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലിയിലെ ന്യൂ മെമ്പർ നാത്തൂൻ, അവർക്ക് 2 പേർക്കും വരാൻ ലീവ് ഉണ്ടായിരുന്നില്ല. ആക്ച്വലി അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഇതിലത്ര ഹാപ്പി ആയിരുന്നേനെ. നെക്സ്റ്റ് ടൈം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വരും, പ്രാർത്ഥിക്കുന്നുണ്ട്, നടക്കട്ടെ. ദൈവം സഹായിച്ച് നടന്നാൽ അത് ഞാൻ ഇതേപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് ക്യാസിനാട്ടോ. ഇപ്പം നിങ്ങൾ ഒരു ഇത് കണ്ടില്ലായിരുന്നു, ഒരു മൃഗത്തിൻ്റെ ഒരു ഇതിനകത്തോട്ട് ക്യാസിനാണ്. അത് വേറൊരു ടൈപ്പ് ഗെയിംസാണ്, കാസിനോസ്. എനിക്ക് കാസിനോസിനെ പറ്റി വലിയ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അണ്ണാണ് എനിക്കന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് മറന്നു കേട്ടോ. ഓരോ എക്സ്കലേറ്റർ കയറുമ്പോഴും എനിക്ക് എന്താ പറയുക, ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അടുത്ത നമ്മൾ ഈ എക്സ്കലേറ്റർ കയറി ചെന്ന് നിൽക്കുന്നത് കേബിൾ കാറിൻ്റെ സൈഡ് എത്തി എന്നാണെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും അല്ല കേട്ടോ, നിറയെ പോകണം, ഇനിയും പോകണം. ഇത് സെക്കൻഡ് എപ്പിസോഡല്ലേ, കുറച്ച് വീഡിയോസ് ആയിട്ടാണ് ഞാൻ ഇടുന്നത്. അതെൻ്റെ ഫോണിലെ സ്റ്റോറേജിൻ്റെ ഇഷ്യൂസ് കാരണമാണ് ഞാൻ എപ്പിസോഡ് 3 ആക്കി ഇടുന്നത്. എനിക്ക് എഡിറ്റിങ്ങിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഡൗൺലോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അടുത്ത എപ്പിസോഡിൽ ബാക്കി ഫുൾ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. നിങ്ങൾ വീഡിയോസ് എല്ലാം കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ ചാനൽ ബെല്ലൈക്കൺ മറക്കാതെ പ്രസ് ചെയ്താൽ മാത്രമേ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. മുന്നോട്ട് അടിപൊളിയാക്കാൻ ശ്രമിക്കാം. ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ ബൈ.